SKSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി അടുത്ത വിഷയാവതരണം നടത്തുന്നു. വിഷയം വെളിച്ചം വിതറിയ നവനായകന്മാർ. ക്ഷമിക്കണം, ഉത്തമ നൂറ്റാണ്ട്. ഓണംപള്ളി മുഹമ്മദ് ഫൈസിയുടെ വിഷയം ഉത്തമ നൂറ്റാണ്ട്. അദ്ദേഹം പ്രഭാഷണം നിർവഹിക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه أجمعين. أعوذ بالله من الشيطان الرجيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. വേദിയിലുള്ള അഭ്യന്തരായ പണ്ഡിത നേതാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, ദീർഘമായി പേരെടുത്ത് ഓരോ സദസ്സിലെയും ആളുകളെ പറയാൻ തുടങ്ങുന്നത് സമയത്തെ വല്ലാതെ കളയുമെന്നതുകൊണ്ട് നമ്മുടെ അഭ്യന്തരായ നേതാക്കളെ മുഴുവനും കൂടി ഒരുമിച്ച് നിർത്തിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ സെഷനിലേക്ക് എന്റെ വിഷയത്തെ പറിച്ചു നട്ടതാണ്. അതായത് 7 മണിക്ക് നടക്കേണ്ട സെഷനിൽ അവതരിപ്പിക്കപ്പെടേണ്ടത് ഇങ്ങോട്ട് മാറ്റിയതാണ്. നവോത്ഥാനവും അതു സംബന്ധിയായ ചർച്ചകളുമാണ് ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ 2 വാക്ക് അത് സംബന്ധിച്ച് പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നവോത്ഥാനം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാനാകുമോ എന്ന് ആലോചിക്കേണ്ടി വരുന്ന വിധം നാം ഒരു പൈതൃകത്തിന്റെ കൃത്യമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. ഒരു നവ ഉത്ഥാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരാണ് പലപ്പോഴും അത് അങ്ങനെ ഉന്നയിക്കുന്നത്. നവോത്ഥാനമല്ല, പൈതൃകത്തിന്റെ വഴിയെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ വഴിയിൽ ഉണ്ടായിത്തീരുന്ന മുന്നേറ്റങ്ങളാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൽ പ്രകടമായി നമ്മൾ കാണുന്നത്. കാരണം അത് പൈതൃകത്തിന്റെ ബറക്കത്താണ്. ഇപ്പൊ എല്ലാവരും ഈ നവോത്ഥാനം മാറ്റിയിട്ട് പൈതൃകത്തിലേക്ക് തിരിച്ചു പിടിക്കുകയാണ്. അതുകൊണ്ടാണ് സകലരും ഇപ്പോൾ പൈതൃകത്തിന്റെ പിന്നാലെ പോകാൻ തുടങ്ങും. ജമാഅത്തെ ഇസ്ലാമി ഹെറിറ്റേജ് സെമിനാറുകൾ നടത്തുന്നു. എന്നിട്ട് ഹിസ്റ്ററി സെമിനാറുകളിൽ അവർ പറയുന്നത് ഞങ്ങളുടെ വാപ്പമാർ ഇന്ന ഇന്ന ആളുകളാണെന്നാണ്. അവർ കേരളത്തിലെ മുസ്ലിങ്ങളെ പഠിപ്പിച്ചതോ മൗലിദ് കഴിക്കാൻ, ഏലസ് മന്ത്രിച്ച് കെട്ടാൻ, മുഹിയുദ്ദീൻ മാല കഴിക്കാൻ, റാത്തീബ് കഴിക്കാൻ ഒക്കെയാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറയുന്നത് ഇതൊക്കെ നമ്മുടെ വാപ്പമാരാണ്. കഴിഞ്ഞു പോകട്ടെ, ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനവും പൈതൃകത്തിന്റെ പിന്നാലെയാണ്. അതായത് മമ്പുറന്തങ്ങൾ നമ്മുടെ പൈതൃകാണ്, മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം നമ്മുടെ പൈതൃകാണ്. ഇപ്പൊ ഇനി നമ്മളിനി എന്ത് ചെയ്യണമെന്നാണ് സത്യത്തിൽ ആലോചിക്കേണ്ടി വരുന്നത്. കാരണം നമ്മുടേതാണ് ഇവർ എന്ന് പറയുകയും നമ്മൾ ആ വഴിയാണ് പോകുന്നത്. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും തിരുസഹാബത്തിന്റെയും ജീവിതത്തിലൂടെ മഹാരഥന്മാരായ താബികളിലൂടെയും താബിയുടെയും പോകുന്ന വഴിയാണ് നമ്മുടെ മാർഗം. ആ മാർഗത്തിനൊരു സംഘടിതമായ രൂപമുണ്ടായി എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത്. അല്ലാതെ ആ മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റേതെങ്കിലും കാര്യം പറയാനായിരുന്നില്ല. സംഘടിതമായ രൂപത്തിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എത്തി. ആ സംഘടിതമായ രൂപം കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക അഭ്യുന്നതിക്ക് നൽകിയിട്ടുള്ള സംഭാവനകളാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയമായ അസ്തിത്വ ബോധത്തിലേക്ക്, സാമൂഹികമായ
അസ്തിത്വ ബോധത്തിലേക്ക് ഇവിടെ എല്ലാം എത്തിക്കാൻ സാധ്യമാകുന്ന ഒരു ആശയപ്രപഞ്ചം രൂപീകരിച്ചതാരാ? ആ ആശയപ്രപഞ്ചം രൂപീകരിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ആ ആശയപ്രപഞ്ചത്തിന്റെ നേർവഴി എന്ന് പറയുന്നത് പുണ്യനബിയിൽ നിന്ന് തുടങ്ങുന്ന സ്വഹാബത്തിലൂടെയും താബിയിലൂടെയും വരുന്നതാണ് ആ മാർഗം. ആ മാർഗരേഖയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ തലത്തിൽ നിൽക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. അതായത് സമസ്ത പറഞ്ഞത് ആദരിക്കേണ്ടവർ ആരാണോ അവരെ ആദരിക്കണമെന്നാണ്. സ്നേഹിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യേണ്ടത് ആരെയാണോ അവരെ സ്നേഹിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യണമെന്നാണ്. ഈ മാർഗമാണ് അഷ്റഫുൽ ഖൽഖിൽ നിന്ന് സ്വഹാബത്ത് ഉൾക്കൊണ്ടത്, സ്വഹാബത്തിൽ നിന്ന് താബിഈൻ ഉൾക്കൊണ്ടത്. അവഴി ഈ പാരമ്പര്യത്തിന്റെ മാർഗമായി നമ്മൾ കാണുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും കാലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാലം. ഖൈറുൽ ഖുറൂർ ഖൈറുൻ നാസ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഖൈറുൻ നാസി ഖർനി, എല്ലാ ജനങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമമായ ആളുകൾ എന്ന് പറയുന്നത് എന്റെ സമൂഹത്തിലെ എന്റെ യുഗമാണ്, എന്റെ കാലമാണ്. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനുശേഷമുള്ള കാലമാണ്. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനുശേഷമുള്ള കാലമാണ്. ആദ്യത്തെ കാലം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെയും സഹാബത്തിന്റെയും കാലമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതും അതാണ്. അസ്സാബിഖൂന അൽ-അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ. അസ്സാബിഖൂന അൽ-അവ്വലൂന മിനൽ മുഹാജിരീൻ, മുഹാജിറുകളിൽ നിന്ന് മുൻകടന്നവർ, വൽ അൻസാരി, അൻസാറുകളിൽ നിന്നും, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അതുപോലെ തന്നെ അവരെ നല്ല രീതിയിൽ അനുധാവനം ചെയ്തവർ, അവരെ എല്ലാ നിലയിലും ഉൾക്കൊണ്ടുകൊണ്ട് പോയവർ, അവരുമാണ് റളിയല്ലാഹു അൻഹും വറളു അൻ. അല്ലാഹുവിന്റെ തൃപ്തി അവർക്കുണ്ട്, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ. റളിയല്ലാഹു അൻ, അല്ലാഹു റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു. വറളു അൻ, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെടുകയും ചെയ്തവരാണ് ആ നിലയിലുള്ള വിഭാഗമാണ്. അതായത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. അതായത് മഹാനായ ഇമാം റാസി തങ്ങൾ പറയുന്ന പ്രകാരം വസ്സഹിഹു ഇൻദി അന്നഹുമുസ് സാബിഖൂന ഫിൽ ഹിജ്റതി വൻ നുസ്റ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പുണ്യനബിയുടെ വിളിയാളം കേട്ട് മദീനയിലേക്ക് പോയ മുഹാജിറുകൾ. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ വെച്ച് സഹായിക്കാമെന്ന് ഏറ്റുകയും അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്ത മഹാന്മാരായ അൻസാറുകൾ. ഈ മഹാന്മാരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മുന്നേ നടന്ന ആളുകൾ. ആ മുന്നേ നടന്നവരുടെ പിന്നാലെ നടക്കുക എന്നതാണ് വിശുദ്ധ ഖുർആൻ വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ, ഇത്തിബാ ചെയ്തവർ എന്നാണ് പറഞ്ഞു വെച്ചത്. അവരെ തുടർന്നവരാണ്. ഇസ്ലാമിന്റെ എല്ലാത്തിന്റെയും മൗലികമായി നിൽക്കുന്ന ഒരു പ്രധാന കാര്യം ഈ ഇത്തിബാ ആണ്. ഇത്തിബാ ആണ്. പുണ്യനബി എന്തേ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇത്തബിഉ മില്ലത അബീകും ഇബ്രാഹിം എന്നാണ്. അല്ലാഹു തന്നെ പഠിപ്പിക്കുകയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ഇത്തബിഉ മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പന്ഥാവിനെ പിന്തുടരണം. ഇത് ആദം നബി അലൈഹി സ്വലാം മുതൽ മഹാന്മാരായ ഓരോ പ്രവാചകന്മാരുടെയും വഴിയെ ഇങ്ങനെ തുടരുന്ന ഒരു കൃത്യമായ ആ തുടർച്ചയാണ് പരിശുദ്ധ ഇസ്ലാമിൽ നമ്മൾ കാണുന്നത്. ആ ഇത്തിബാ തന്നെയാണ് മഹാന്മാരായ താബിഈങ്ങളും, അതായത് പിന്നെ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പരിശുദ്ധമായ മാർഗത്തെ അംഗീകരിച്ച മഹാരഥന്മാരെല്ലാവരും ചെയ്യുന്നത് ആ ഇത്തിബാ. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ, അവരെ നന്നായി തുടർന്ന ആളുകൾ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വ്യാഖ്യാനിക്കുന്നത് യുരീദു യദ്കുറൂനൽ മുഹാജിരീന വൽ അൻസാറ ബിൽ ജന്ന വൽ മഗ്ഫിറ വറഹ്മ വദുആ ലഹും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹാജിറുകൾ അൻസാറുകൾ ഇവർക്ക് അവരുടെ സ്വർഗത്തിന്, അവരുടെ മഗ്ഫിറത്തിന്, അവരുടെ റഹ്മത്തിന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾ. വയദ്കുറൂന മഹാസിനഹും, അവരുടെ നന്മയെക്കുറിച്ച് പറയുന്നവർ, അവരുടെ നന്മയെക്കുറിച്ച് പറയുന്നവർ, അവർ നേരിന്റെ മാർഗത്തിലായിരുന്നവരും അവർ തുടരപ്പെടാൻ യോഗ്യരാണെന്നവരും അവരെ ആ അർത്ഥത്തിൽ തുടരുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാരോ അവരെയാണ് യഥാർത്ഥത്തിൽ ഈ മുത്തബിഈങ്ങളായി പറയേണ്ടത്. അവരെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റളിയല്ലാഹു അൻഹും വറളു അൻ എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു തൃപ്തിപ്പെട്ടു, അവരും തൃപ്തിപ്പെട്ടു. വഅഅദ്ദ ലഹും ജന്നാത്തിൻ, അവർക്കാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം തീരുമാനിച്ചിട്ടുള്ളത്. അവർക്കാണ് സ്വർഗത്തിന്റെ അരുവികളുള്ള സ്വർഗത്തിന്റെ ആ ആരാമങ്ങൾ മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത് അത്തരം ആളുകൾക്കാണ്. വഅഅദ്ദ ലഹും ജന്നാത്തി, അല്ലാഹു അവർക്ക് വേണ്ടി അങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആരാണവർ?
അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിലെ ആദ്യകാല പോരാട്ടക്കാരായി മാറിയ മഹാന്മാരായ സ്വഹാബാക്കളെ ഇഷ്ടപ്പെടുകയും അവരെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ്. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവരെ ഇഷ്ടപ്പെടാത്തവർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരല്ല. കാരണം ഇത് രണ്ട് നിബന്ധനയാണ്. വൽ ഹുക്മുൽ മശ്റൂത്ത് ബിശർത്തിൻ യന്തഫി ഇൻദ ഇന്തിഫാഇ ദാലിക ശർത്ത്. ഒരു നിബന്ധന പോയാൽ മറ്റേത് പോകണം. സ്വാഭാവികമായും ഇവരെ നന്നായി തുടരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരെ ആ അർത്ഥത്തിൽ അവരുടെ നന്മയെ പറയുകയും വയദ്കുറൂന മഹാസിനഹും അവരുടെ നന്മകൾ ഉണർത്തി പറയുകയും ആ നിലയിൽ അവരുടെ പിന്നാലെ പോവുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയല്ലെങ്കിൽ ഫവജബ അന്നമല്ലം യഹ്സിനുൽ ഖൗലൻ ഫിൽ മുഹാജിരീന വൽ അൻസാരി ലാ യസ്തഹിഖു ലിർദ്വാനി മിനല്ലാഹി തആല. ഇവരെ നന്നായി പറയുന്നില്ലെങ്കിൽ, ഇവരെ കുറ്റം പറയുന്നവരാണെങ്കിൽ, ഇവരെ തുടരാൻ യോഗ്യരല്ല എന്ന് പറയുന്നവരാണെങ്കിൽ, അങ്ങനെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്, അങ്ങനെയാണല്ലോ മുജാഹിദ് പ്രസ്ഥാനക്കാർ പറയുന്നത്. മഹാന്മാരായ സ്വഹാബത്തിനെ തുടരാൻ, താബിഈങ്ങളെ തുടരാൻ അവരൊന്നും യോഗ്യരല്ല എന്ന് പറയുക വഴി അവർ യഥാർത്ഥത്തിൽ മഹാനായ ഇമാം റാസി തങ്ങൾ പറയുന്നു, ഈ പറയുന്ന നിബന്ധനകളിൽ നിന്ന് പുറത്താണ്. അവരങ്ങനെ ഒരു ഇത്തിബാഇന്റെ ആളുകളല്ല. എന്തുകൊണ്ട് ഇത്തിബാഇന്റെ ആളുകളല്ല? ഈ ഇത്തിബാ ചെയ്യുന്നവർ ചെയ്യേണ്ടത് ഇവരുടെ നന്മയെക്കുറിച്ച് പറയുകയും അവരുടെ ആ നന്മകൾ എടുത്തു പറയാൻ യോഗ്യതയുള്ള അത്തരത്തിലുള്ള ആളുകളായി മാറുകയും വേണം. അതുകൊണ്ടാണ് മഹാനായ ഇമാം റാസി തങ്ങൾ പറയുന്നു, ഫവജബ അന്നമല്ലം യഹ്സിനുൽ ഖൗല ഫിൽ മുഹാജിരീന വൽ അൻസാരി. മുഹാജിറുകളുടെയും അൻസാറുകളുടെയും കാര്യത്തിൽ നല്ല കാര്യം പറയുന്നില്ല എന്ന് വന്നാൽ ലാ യസ്തഹിഖു ലിർദ്വാനി മിനല്ലാഹി തആല, അല്ലാഹു തആലയിൽ നിന്നുള്ള റിദ്വാൻ, അല്ലാഹുവിന്റെ തൃപ്തി ഇവർക്ക് യോഗ്യമല്ല. അപ്പൊ ആദ്യ വിഭാഗം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലെ സമൂഹമാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തുമാണ് എന്ന് ഇമാം നവവി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത്തഫഖൽ ഉലമാഉ അലാ അന്ന ഖൈറൽ ഖുറൂനി ഖർനുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുറാദു അസ്ഹാബുഹു. എല്ലാ ഉലമാക്കളും യോജിക്കുന്ന കാര്യമാണ്. അതായത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലമാണ് ഖൈറുൽ ഖുറൂൻ. അലാ അന്ന ഖൈറുൽ ഖുറൂനി ഖർനുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹമാണ്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളുമാണ്. അവരാണ് ഖൈറുൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠായ വിഭാഗം. അവർ കഴിഞ്ഞു പോകുന്നത് ഏതാണ്ട് 120 കൊല്ലം, അതായത് ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ 120-ാം കൊല്ലമാകുമ്പോഴാണ് അവസാനത്തെ സ്വഹാബിയും ലോകത്തോട് വിട പറയുന്നത്. ആ നിലയിൽ നോക്കുമ്പോൾ ഈ ഒരു ആദ്യ നൂറ്റാണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഖൈറുൽ ഖുറൂനാണ്, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിൽ എന്താ നടന്നത്? ആ നൂറ്റാണ്ടിൽ നടന്നതെന്തോ അതാണ് തുടരപ്പെടേണ്ടത്. ആ നൂറ്റാണ്ടിൽ എന്തായിരുന്നു ഉണ്ടായത്? അതാണ് തുടരേണ്ടത്. ആ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ അവിടുത്തെ ബഖിയ്യത്തുകളെ ഇഷ്ടപ്പെടുകയും ആ ബഖിയ്യാത്തുകളോട് ആ അർത്ഥത്തിൽ ആദരവ് കാണിക്കുകയും ഹബീബായ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കഫം പോലും മുഖത്ത് തേക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധമുണ്ടായി. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ധരിക്കുന്നു, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തനഖമ നഖാമ, അവിടുന്ന് അവിടുത്തെ കഫം പോലും പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇല്ലാ വഖഅത് ഫീ യദി അഹദിൻ മിൻഹും, അവരുടെ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ കൈകളിൽ അത് വീണിട്ടല്ലാതെ. എന്നിട്ടത് സുമ്മ ദലക വജ്ഹു, മുഖത്തേക്ക് തേച്ചിരുന്നു. മുഖത്തേക്ക് തേക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത്രയേറെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഫത്തോട് ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുണ്ടായിരുന്ന സ്നേഹാധിക്യമാണ് നമ്മളിവിടെ കാണുന്നത്. അവിടുത്തെ എല്ലാ ബഖിയാത്തുകളോടും ഇതുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ബഖിയാത്ത് പറയുമ്പോൾ അറിയാതെ വന്നു പോകുന്ന ഒരു ചിരിയാണ് ബഖിയാത്തുകളോടുണ്ടായി. അതായത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷിപ്പുകളോടുണ്ടായി. വ്യാജങ്ങളോടുണ്ടായിരുന്നു എന്നല്ല, മറിച്ച് ശേഷിപ്പുകളോടുണ്ടായിരുന്നു. അത് എല്ലാ കാലത്തെയും സ്വഹാബത്ത് പോകട്ടെ. നാം അങ്ങോട്ട് പോയാൽ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം, താലൂത്ത് എന്ന് പറയുന്ന രാജാവിനെ അയക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച, താലൂത്തിന്റെ യോഗ്യതയെക്കുറിച്ച് പറയുന്നിടത്തും വിശുദ്ധ ഖുർആൻ പറയുന്നു, എന്താ അടയാളം? ഇന്ന ആയത്തുൽ മുൽക്ക് അയ്യതിയകുമുത് താബൂത്ത് ഫീഹി സകീനത്തും മിർ റബ്ബിക്കും വബഖിയ്യത്തും മിമ്മാ തറക ആലു മൂസ വആലു ഹാറൂൻ. ഫീ സകീനത്തും മിർ റബ്ബിക്കും, രക്ഷിതാവിന്റെ ഭാഗത്തുള്ള സക്കീനത്തുണ്ട്. ഈ ബഖിയ്യത്തിനൊരു സക്കീനത്തുണ്ട്. ബഖിയ്യത്ത് വ്യാജമല്ലെങ്കിൽ സക്കീനത്ത് ഉറപ്പാണ്. സക്കീനത്ത് ഇല്ലാതെ പോകാൻ കാരണം അത് വ്യാജായതുകൊണ്ട് തന്നെ. അതങ്ങനെ തിരിച്ചു കിട്ടണില്ല അല്ലെ?
അതായത് ഇത് യഥാർത്ഥമല്ല എന്നതുകൊണ്ടാണ് ഈ കേരളീയ സമൂഹം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്ന വിധം വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കൊണ്ടുവന്ന ഈ വ്യാജമൊഴി കൊണ്ടുവന്നവരുടെ ഉറക്കം കെടുത്തിയത്. ഫീഹി സക്കീനത്തും മിർ റബ്ബിക്കും, രക്ഷിതാവിന്റെ ഒരു സക്കീനത്തുണ്ട്. ബഖിയത്തും മിമ്മാ തറക ആലു മൂസ വ ആലു ഹാറൂൻ, ഹാറൂൻ കുടുംബത്തിന്റെയും മൂസ കുടുംബത്തിന്റെയും അലൈഹിമുസ്സലാം ഈ രണ്ട് മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ, മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ളവരുടെ ഒക്കെയും ബഖിയാത്തുകൾ അതിലടങ്ങിയിരുന്നു എന്നാണ്. ആ ബഖിയാത്തുകളോടുണ്ടായിരുന്ന ബഹുമാനം എന്തിന് താലൂത്ത് യുദ്ധം ചെയ്യിക്കുന്നത് ആ ബഖിയത്തുകൾ കയ്യിൽ പിടിച്ചിട്ടായിരുന്നു എന്ന് തഫ്സീറുകളിൽ കാണുന്നു. അതാണ് ആ യുദ്ധത്തിന്റെ വിജയനിദാനം എന്നാണ് നാം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നതിൽ പഠിക്കുന്നതെങ്കിൽ ബഖിയത്തുകൾക്ക് അത്ര വലിയ പ്രത്യേകതയുണ്ട്. ഇത് സ്വഹാബത്ത് അംഗീകരിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്ന് അവിടുത്തെ വഫാത്തിന് ശേഷം, ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട, വഫാത്തിന് ശേഷവും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ടില്ലേ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്ന് അങ്ങനെ പറഞ്ഞു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാദാവ് തന്നെ പറയുന്നു. റവാ അബൂ സാദിഖ് അൻ അലി റളിയല്ലാഹു അൻഹു ഖാല ഖദിമ അലൈനാ അറാബിയ്യുൻ ബഅദമാ ദഫന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസത്തി അയ്യാം. അലി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഖദിമ അലൈനാ അറാബിയ്യുൻ, ഒരു അറാബി ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. ബഅദമാ ദഫന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറടക്കാനന്തരം 3 ദിവസമേ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറടക്കം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നബിയുടെ ഖബറടക്കാനന്തരം തന്നെ തൗഹീദും ശിർക്കൊക്കെ ആകെ കൺഫ്യൂസ്ഡ് ആയോ? ഇത് മനസ്സിലാകാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയോ? അതും ആരാ ഇത് ഉദ്ധരിക്കുന്നത്? സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു അറാബി വന്നു, എന്നിട്ട് അയാൾ ഫറമാ ബിനഫ്സിഹി അലാ ഖബ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹസാ അലാ റഅസിഹി മിൻ തുറാബി. അയാൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അറിയുമ്പോൾ അയാൾ ആകെ ബോധരഹിതനായി വീഴുകയും അയാൾ ആ പരിഭ്രാന്തിയിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിടത്തിന്റെ അടുക്കലുള്ള മണ്ണെടുത്ത് തലയിലേക്ക് എറിയുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, നബിയെ, അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിൽ നിന്ന് അങ്ങ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പഠിച്ചു. ഞങ്ങൾ അതിലെ കൂട്ടത്തിലെ ഒരു ആയത്ത് പഠിച്ചു. വകാന ഫീമാ അൻസലല്ലാഹു അലൈക വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്ത് ഓതിയിട്ട് വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും, അവർ തെറ്റു ചെയ്താൽ, എന്നിട്ട് അങ്ങയുടെ മുമ്പിൽ വന്നാൽ, എന്നിട്ട് പ്രവാചകൻ അവർക്കു വേണ്ടി പൊറുക്കലിനെ തേടുകയും അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ, അവർ അള്ളാഹുവിനെ കണ്ടെത്തും. തവ്വാബൻ, ധാരാളം തൗബ ചെയ്തതായി, ധാരാളം തൗബ സ്വീകരിച്ചതായി. റഹീമൻ, ധാരാളം കരുണ ചെയ്യുന്നവരുമായി അള്ളാഹുവിനെ കാണാൻ സാധിക്കും എന്ന് പറയുന്ന ആയത്തോതിയിട്ടാണ് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഖബറിടത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയുന്നു, വഖദ് ലനംതു നഫ്സി യാ റസൂലല്ലാഹ് വജിഅതുക തസ്തഗ്ഫിറു ലീ. വഖദ് ലനംതു നഫ്സി, ഞാൻ എന്റെ ആത്മാവിനോട് തെറ്റ് ചെയ്തു. വജിഅതുക തസ്തഗ്ഫിറു ലീ, നിങ്ങൾ എനിക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നത് വജിഅതുക തസ്തഗ്ഫിറു ലീ, നിങ്ങൾ എനിക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടിയാണ്, അതിനുവേണ്ടി ഞാൻ ഇത് അങ്ങയുടെ അടുക്കൽ വന്ന് നിൽക്കുന്നു എന്നാണ്. അത് പറയുമ്പോ ഫനൂദിയ മിനൽ ഖബ്രി അന്നഹു ഖദ് ഗുഫിറ ലക്, നിനക്ക് മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഖബറിടത്തിൽ നിന്ന് വെളിയാളം കേൾക്കപ്പെടുന്നു എന്ന് പറയുന്നത് സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ഞാനിതിൽ പ്രധാനമായി കാണുന്നത് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ആരാ? അലി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ ഇൽമിന്റെ പൂന്തോട്ടവും അതിന്റെ കാവൽക്കാരൻ അലി ഇബ്നു അബീ താലിബുമാണ്. ഇൽമിന്റെ തോട്ടം എന്ന് പറയുന്നതിൽ തന്നെ നാം മനസ്സിലാക്കേണ്ടത്, ആ തോട്ടത്തിൽ നിന്ന് പാറാവുകാരനറിയാതെ ഒന്ന് പോകാനും പാടില്ല, ഒന്ന് അകത്തേക്ക് വരാനും പാടില്ല. ഒരു ജ്ഞാനം പുറത്തു പോകണമെങ്കിലും അകത്തു പോകണമെങ്കിലും അത് കൃത്യമായി പരിശോധിക്കേണ്ട ബാധ്യതയുള്ളത് ആർക്കാ? അതിന്റെ കാവൽക്കാരനാണ്. ആ കാവൽക്കാരൻ തന്നെയാണ് ഉദ്ധരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറടക്കത്തിന്റെ 3-ാം ദിവസം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറടക്കത്തിന് ശേഷമുള്ള 3-ാമത്തെ നാളിൽ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗദത്തു ഷരീഫയിൽ വന്നിട്ടാണ്
ഹബീബിനോട് ഇങ്ങനെ പറയുന്നത്, ഇന്നി ഖദ് ളലംതു നഫ്സി യാ റസൂലല്ലാഹ്, ഞാൻ തെറ്റു ചെയ്തു നബിയെ. വജിഅതുക തസ്തഗ്ഫിറു ലീ, നിങ്ങൾ എനിക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് അങ്ങയുടെ മുമ്പിൽ വന്നു നിൽക്കാൻ. അപ്പോൾ ഫനൂദിയ മിൻ ഖബരി, ഹബീബായ പ്രവാചകന്റെ പരിശുദ്ധ ഖബറിടത്തിൽ നിന്ന് കേൾക്കുന്നു, അന്നഹു ഖദ് ഗുഫിറ ലക്, നിനക്ക് മാപ്പ് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നു. ഇത് തന്നെയാണ് മഹാനായ ഇമാം ഖുർത്തുബി മറ്റൊന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അത്തബി റഹ്മഹുല്ലാഹ്, മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യൻ, ഈ ഉത്തമ നൂറ്റാണ്ട് കഴിഞ്ഞു കിടക്കുന്നതിന് മുമ്പ് തന്നെ കാണാൻ കഴിയുന്നത് ഇതാണ്. മഹാനായ ഇമാം അത്തബിയുടെ അടുക്കൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗദത്തു ശരീഫയിൽ വന്ന് ഒരു അറാബി തന്നെയാണ് പാടുന്നത്, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അലമുഹു ഫതാബ മിൻ ത്വിബിഹിന്നൽ ഖാഉ വൽ ലകമു നഫ്സി ഫിദാഉ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു അന്തൻ നബിയുൽ ലദീ തുർജാ ശഫാഅതുഹു അലസ് സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു വസാഹിബാക ഫലാ അൻസാഹുമാ അബദാ മിന്നസ്സലാമു അലൈക്കും മാ ജറൽ ഖലമു എന്ന ബൈത്ത്. എത്ര മനോഹരാണത്. ഈ മൊട്ടക്കുന്നുകൾ, മദീനയിലെ ഈ മൊട്ടക്കുന്നുകൾ പ്രശാന്ത സുരഭിലമായി സുഗന്ധപൂരിതമായി നിൽക്കുന്നത് ഏതൊരു മഹാ സാന്നിധ്യത്തിന്റെ അനുഗ്രഹം കൊണ്ടാണോ, ഏതൊരു തിരുശരീരത്തിന്റെ അനുഗ്രഹം കൊണ്ടാണോ, ആ മഹാനായ പ്രവാചകരെ, അങ്ങയുടെ ഖബറിടത്തിലേക്കാണ് എന്റെ ജീവന്റെ ബന്ധം, അങ്ങയുടെ ഖബറിടത്തിൽ നിന്നാണ് സകലമാന ഔദാര്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രഭാവം. അതുകൊണ്ട് പ്രവാചകരെ, നാളെ സിറാത്തിലൂടെ ഞാൻ നടക്കുമ്പോ എന്റെ കൈ പിടിക്കേണ്ടത് അങ്ങ് തന്നെയാണ്. അങ്ങയുടെ രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, സയ്യിദുനാ ഫാറൂഖും സയ്യിദുനാ സിദ്ദീഖും, ഞാൻ മറക്കുന്നില്ല നബിയെ, അവർക്ക് സലാം. അങ്ങനെയാണ് ആ കവിതയുടെ മൊത്താർത്ഥം. അത് പറയുമ്പോ മഹാനായ ഇമാം അത്തബി തങ്ങൾ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഖബറിടത്തിലിരുന്ന്, അവിടുത്തെ ചാരത്തിരുന്ന് ഒന്നുറങ്ങിപ്പോയിരുന്നു. അപ്പോൾ സ്വപ്നത്തിൽ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറയുകയാണ്, പോയി ആ അറാബിയുടെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് അയാളോട് പറയുക, അയാളുടെ സകല പാപങ്ങളും പുറത്തു കൊടുക്കപ്പെട്ടു എന്ന് പറയുക എന്നാണ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും എല്ലാ ശിർക്കിന്റെ റിസർച്ച് നടന്നിട്ടും, സലഫി പ്രസ്ഥാനത്തിന്റെ ആധികാരിക തലതട്ടപ്പന്മാരിരുന്നിട്ടും, മസ്ജിദുൽ നബവിയുടെ ഓരത്തുള്ള റൗദത്തു ഷരീഫയുടെ ഭിത്തിയിൽ ഈ കവിത ഇന്നും മുദ്രിതമാണ്. ചരിത്രത്തിന്റെ, കാലത്തിന്റെ ഈ കുത്തൊഴുക്കിൽ ഒരിക്കലും മാറ്റാൻ സാധിക്കാത്ത വിധം മുദ്രിതമാണ്. അഷ്റഫുൽ ഖൽഖിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വിളിച്ചുകൊണ്ട് യാ ഖൈറ മൻ ദുഫിനത് എന്ന് തുടങ്ങുന്ന ഈ കവിത ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദത്തു ഷരീഫയുടെ ഭിത്തിയിൽ നമ്മൾ കാണാൻ സാധ്യമാകുന്ന വിധം കൃത്യമായി ഉല്ലേഖനം ചെയ്യപ്പെട്ടു കിടക്കുന്നു. ആർക്കും മാറ്റാനാവാതെ നേരെ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിച്ചിരുന്ന നബിയല്ലേ എന്ന് ചോദിക്കല്ല, വഫാത്തായ നബിയാണ്. ആ വഫാത്തായ നബിയെയാണ് വിളിച്ചത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ أشهد أن لا إله إلا الله
أشهد أن لا إله إلا الله أشهد أن محمدا رسول أشهد أن محمدا رسول حي على حي على حي على حي على അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുക. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ നേരിട്ട് തവസ്സുലാക്കുകയും ഇസ്തിഗാസ ചെയ്യുകയും ചെയ്യുന്നത് ആദ്യകാലത്ത് തന്നെ കാണുന്നു. ഏറ്റവും വലിയ തർക്കങ്ങൾ നടക്കുന്നത് ഇവിടെ തന്നെയാണല്ലോ. നബിയുടെ മദ്ഹ്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ വിളിക്കുന്നത്, മഹാന്മാരെ വിളിക്കുന്നത്, അവരുടെ ബറക്കത്ത് തേടുന്നത്, ഈ ബറക്കത്ത് തേടലും ഈ ഇസ്തിഗാസയും ഈ തവസ്സുലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കാലത്ത് നമ്മൾ കാണുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളത്തു ശരീഫയിൽ പോയി ഇസ്തസ്ഖി ഉമ്മതക് എന്ന് തന്നെ പറയുന്നത് നാം സഹാബാക്കൾ തന്നെ കാണുന്നു. അങ്ങയുടെ സമൂഹത്തിന് വേണ്ടി ഇസ്തിസ്ഖ, അതായത് മഴ തേടാൻ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നടന്ന ഇത്തരം സന്ദർഭങ്ങളെ ആലോചിച്ചാൽ ആദ്യകാലങ്ങളുടെ, അതായത് ഖർനുൽ അവ്വലിൽ തന്നെ നടക്കുന്ന, ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ നടക്കുന്ന ആചാരങ്ങളെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിലുണ്ടായിരുന്ന ആചാരങ്ങളെയാണ് നമ്മൾ കേരളീയ മുസ്ലിം സമൂഹം തങ്ങളുടെ ജീവിതത്തിന്റെ പൈതൃകാക്കി മാറ്റും. ഏതാ? മദ്ഹ് ആലപിക്കുന്നോടത്ത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മഹാരഥന്മാരെയും വിളിക്കുന്നിടത്ത്, തവസ്സുലാക്കുന്നോടത്ത്, ഇസ്തിഗാസ ചെയ്യുന്നോടത്ത്, അഭിപ്രായങ്ങളിൽ തുടരുന്നോടത്ത്, എല്ലാം അഭിപ്രായങ്ങളിൽ തുടരുന്നോടത്ത് സ്വഹാബത്തിന്റെ അഭിപ്രായത്തെ സ്വഹാബാക്കൾ കിട്ടുന്നു. മസ്അലകൾ വരുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് നേരെ പോയിട്ടില്ല. ചിലപ്പോൾ സിദ്ദീഖിനെ കാണുമ്പോൾ ചോദിക്കും റളിയല്ലാഹു അൻഹു, ഫാറൂഖിനെ കാണുമ്പോൾ ചോദിക്കും. 4 പേരും 4 അഭിപ്രായം പറഞ്ഞതും അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിക്കുന്നു. ഈ 4 പറയാൻ ഞാനുള്ളപ്പോൾ എന്തായിരുന്നു കാര്യമെന്ന് ചോദിക്കുകയായിരുന്നില്ല.
4 പേരുടെയും അഭിപ്രായങ്ങളെ പരിശുദ്ധ ഖുർആനിന്റെയും അവരുടെ ഗവേഷണത്തിന്റെയും വെളിച്ചത്തിൽ അവർ പറഞ്ഞ അഭിപ്രായങ്ങളെ സ്വീകരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, അതായത് അയിമ്മത്തിനെ തുടരുന്ന കാര്യത്തിൽ അതിന്റെ നേരെ കൃത്യമായ മാതൃകകൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കാണുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാരഥന്മാരെ മാനിക്കുന്നത് നബി തിരുമേനിയെ തന്നെ മാനിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ച് പാടിക്കൊണ്ടും സഹാബാക്കൾ മാതൃക കാണിക്കുന്നു. എത്ര മനോഹരമായി മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അൻഹുവിനെ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജ്ഞാനപീഠം അവാർഡ് കൊടുത്ത് ആദരിക്കുന്നുണ്ട്. ജ്ഞാനപീഠം അവാർഡ് ശരിക്കും പറഞ്ഞാൽ മദീന പള്ളിയിലെ മസ്ജിദ് നബവിയുടെ മിഹ്റാബിന്റെ തൊട്ടടുത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പീഠം ഒരുക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ടാണ് അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബിറൂഹിൽ ഖുദ്സ് എന്ന് പറയുന്നത്. അല്ലാഹുവേ, ഹസ്സാനെ നീ പ്രത്യേകം ശക്തിപ്പെടുത്തണേ ജിബ്രീലിനെ കൊണ്ട് അലൈഹിസ്സലാം എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിലൊക്കെ വല്ലാത്ത സംഭവങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ റെവലേഷൻ, അതായത് വഹീ കൊണ്ടുവരുന്നതിന്റെ ദൗത്യം ഏറ്റെടുത്ത ആളാണ് ജിബ്രീൽ. കവിയെ അങ്ങനെ പോലും ആക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. ആ വിഷയം എന്റെ ഇപ്പോഴത്തെ വിഷയമല്ലെങ്കിൽ കൂടി ആലോചിക്കണം. ഒരു കവിയുടെ ഇൻസ്പിറേഷനെ ഇങ്ങനെ മനോഹരമായി അത് ആധ്യാത്മികമാക്കി അത് മാലാഖയുടെ ആകാശത്തുനിന്ന് വരുന്ന ദൗത്യം പോലെ തന്നെ അത്തരത്തിലൊരു ഇൻസ്പിറേഷന്റെ ഭാഗമാക്കി മാറ്റുന്ന പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നുണ്ട്. ആലോചിക്കുന്നവർക്ക് അവിടെ ഒരുപാട് ആലോചിക്കാനുണ്ട്. അതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാനെ നീ പ്രത്യേകം ശക്തിപ്പെടുത്തണം ബിറൂഹിൽ ഖുദ്സ്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകീർത്തിച്ച് പാടിയ ഹസ്സാൻ. നബി തിരുമേനിക്ക് വേണ്ടി അജിബ് അന്നി ഹസ്സാൻ, എനിക്ക് വേണ്ടി പ്രത്യേകം മറുപടി പറയ ഹസ്സാൻ എന്ന് പറയുമ്പോ മനോഹരമായ കവിതകളിലൂടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ച ഹസ്സാൻ. അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിൽ വന്നിട്ട് പാടുന്നതും അത്തരത്തിലൊരു പാട്ടാണ്. സുആദ് എന്ന പെണ്ണ് വേർപിരിഞ്ഞതിന്റെ വിരഹവേദനയുടെ ദുഃഖങ്ങളും പ്രണയത്തിന്റെ നൊമ്പരങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് പാടുന്ന ഒരു മനോഹരമായ കവിത അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന സൗന്ദര്യ ബിംബത്തിലേക്ക് ചേർത്തു വെക്കുന്ന കാൽപ്പനിക സൗന്ദര്യം ലോക ചരിത്രത്തിൽ, സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യം തുടങ്ങിയത് അറബികളാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കീറ്റ്സ് ആണ് ഇത്തരത്തിലുള്ള കാൽപ്പനികതകളെ കുറിച്ച് തുടങ്ങുന്നത്. കാൽപ്പനിക സാഹിത്യം. ഹേഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേഡ് ആർ സ്വീറ്റർ എന്ന് പാടുന്നുണ്ട് കീറ്റ്സ്. കേട്ട പാട്ട് സുന്ദരം, ആ കേൾക്കാത്ത പാട്ട് അതിസുന്ദരം എന്നാണ്. ഈ കാൽപ്പനികത, ഈ റൊമാന്റിസം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് പാടാൻ സുആദ് പോയി. വാനത്ത് സുആദ് എന്ന് തുടങ്ങുന്നു. അത് പാടി പാടി വന്നിട്ട് അവസാനം ഇന്ന റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് പറയുമ്പോഴേക്കും ആനന്ദതുലിതനായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ഉത്തരീയമെടുത്ത് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അണിയിക്കുമ്പോ നമ്മൾ കാണുന്നത് ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഈ അനുഷ്ഠാനങ്ങളുടെയും ഈ ജീവിതത്തെയുമാണ് നമ്മുടെ ഈ ഇസ്ലാമിക സമൂഹം, കേരളീയ മുസ്ലിം പൈതൃകം അവർ ജീവിതത്തിൽ തുടർത്തിയത്. നബിയെ സ്നേഹിച്ചോടത്ത്, നബിയെ ആദരിച്ചോടത്ത്, ഈ സമൂഹം ആദരിച്ചതുപോലെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു മനുഷ്യൻ ഇതുപോലെ ആദരിക്കപ്പെട്ടിട്ടില്ല. D.G. ഹോഗത്ത് എന്ന പ്രഗത്ഭനായ ഇംഗ്ലീഷ് ചരിത്രകാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, നോ വൺ റിഗാർഡഡ് ബൈ എനി സെക്ഷൻ ഓഫ് ഹ്യൂമൻ റൈസ് ആസ് ദിസ് പെർഫെക്റ്റ് മാൻ ഹാസ് ബീൻ ഇമിറ്റേറ്റഡ് സോ മൈന്യൂട്ട്ലി എന്നാണ്. മാനവ ചരിത്രത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ നോ വൺ, ഒരാളില്ല, റിഗാർഡഡ് ബൈ എനി സെക്ഷൻ ഓഫ് ഹ്യൂമൻ റൈസ്, മാനവ ചരിത്രത്തിന്റെ ഇന്നേ വരെയുള്ള മുഴുവൻ താളുകളും എടുത്തു പരിശോധിച്ചാലില്ല, ഈ മനുഷ്യൻ ആദരിക്കപ്പെടുന്നത് പോലെയും ഈ മനുഷ്യൻ തുടരപ്പെടുകയും ചെയ്യുന്നത് പോലെ തുടരപ്പെട്ട ഒരാളും ഇല്ല. ഈ മനുഷ്യൻ ആരാത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയുടെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടു. ഞാൻ പറഞ്ഞത് അതാണ്, ഈ ഇത്തിബാണ് സ്വഹാബത്തിലൂടെയും താബിഈലൂടെയും താബിയുലൂടെയും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ പൈതൃകമായി മാറിയത്. ഈ ഇത്തിബാണ്. നബി എന്തു ചെയ്തു? സ്വഹാബത്ത് അത് കണ്ടു, സ്വഹാബത്തിൽ നിന്ന് താബിയിൽ കണ്ടു. അതാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ അവരാണ് മാലയും മൗലിദും റാത്തീബും കഴിച്ചവർ അല്ലേ? മുഹിയുദ്ദീൻ മാല ചൊല്ലിയിട്ട് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടുന്നതിനെ കുറിച്ച് വില്യൻ ലോഗൻ തന്നെ പറയുന്നുണ്ട്,
മുഹിയുദ്ദീൻ മാല ചൊല്ലിക്കൊണ്ട് അവർ വാളുകൾ പ്രത്യേകമായ താളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടിയിരുന്നത്. അവരന്ന് ചൊല്ലിയത് മുഹിയുദ്ദീൻ മാലയാണ്. നവോത്ഥാനം പറയുന്നത് എന്നാലോചിച്ച് നോക്കട്ടെ, ആരായത്? ബ്രിട്ടീഷ് മഹാസാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുമ്പോ വില്യൻ ലോഗൻ മലബാർ മാനുവലിൽ പറയുന്നു അവർ ചൊല്ലിയിരുന്നത് മുഹിയുദ്ദീൻ മാലയാണ്. മുഹിയുദ്ദീൻ മാലയാണ്. ആ മുഹിയുദ്ദീൻ മാല ചൊല്ലി അവരുടെ കരുത്തും അവരുടെ വീറും വാശിയും സാമ്രാജ്യത്തിനെതിരായി നിർത്താൻ സാധ്യമാകുന്ന ഒരു ആധ്യാത്മിക പ്രചോദനം മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന കഴിഞ്ഞ കാലത്തിന്റെ പൈതൃകമാണ് ഇസ്ലാമിക കേരളത്തിന്റെ പൈതൃകം. അതാണ് ഇസ്ലാമിക കേരളത്തിന്റെ പൈതൃകം. ഫത്ഹുൽ മുബീൻ എന്ന രാഷ്ട്രീയ ചരിത്രത്തെ മാത്രം കണ്ടുകൊണ്ട് മുസ്ലിങ്ങളുടെ പൈതൃകത്തെ കേവലം ഒരു സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ചരിത്രം മാത്രമാക്കി ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ അതേ ഫത്ഹുൽ മുബീന്റെ കരം കൊണ്ട് തന്നെയാണ് കേരളത്തിലെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ സാഹിത്യമെന്ന് പ്രഗത്ഭരായ സാഹിത്യ പടുക്കൽ തന്നെ വിശേഷിപ്പിച്ച മുഹിയുദ്ദീൻ മാലയും എഴുതിയത് അതേ കരം കൊണ്ടാണ്. മഹാനായ ഖാദി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ഒരാൾ തന്നെയാണ് രണ്ടും എഴുതുന്നത്. അപ്പോ അയാളുടെ രണ്ട് കൃതികൾ എടുക്കുമ്പോൾ ആ രണ്ട് കൃതികളെയും ഒരേ മാനത്തോടെ കാണണം. ഇതുതന്നെയാണ് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയ അതേ കൈകൊണ്ട് തന്നെയാണ് മൻഖൂസ് മൗലിദ് എഴുതിയത്. ചരിത്രത്തിൽ അറിയപ്പെട്ടത് പ്രകാരം മൻഖൂസ് മൗലിദ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടേതാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ അന്നത്തെ രാഷ്ട്രീയ ചരിത്രം പറയുന്നുണ്ട്. അന്നത്തെ സാമൂതിരി ഭരണകൂടത്തിന്റെ ശാദ്വലമായ സൗഹൃദാന്തരീക്ഷത്തിലെ ഭരണത്തിന്റെ കഥ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിന്റെ ചരിത്രവും ആ കാലഘട്ടത്തിന്റെ ഇസ്ലാമികമായ ചരിത്രവും സാമൂഹിക ചരിത്രവും പറയുന്നുണ്ട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. ഖാദിമാർക്ക് ശമ്പളം കൊടുത്തതിന്റെ കഥ പറയുന്നുണ്ട്. വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകാത്ത മുസ്ലിമിന് അർഹമാകുന്ന ശിക്ഷ വിധിക്കാൻ ആവശ്യമാകുന്ന അധികാരം ഖാദിക്ക് കൊടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ക്രിമിനൽ എന്ന നിലയിൽ ഒരു മുസ്ലിമിനെ പിടിക്കപ്പെട്ടാൽ അയാളെ കുറ്റവിചാരണ ചെയ്യാൻ ആവശ്യമാകുന്ന നടപടിക്രമങ്ങൾക്ക് ഒരു മുസ്ലിം തറവാട്ടിലെ ആ അർത്ഥത്തിൽ ആ കാരണവരുടെ പോലും അംഗീകാരം നേടിയെടുക്കുന്ന വിധം ബഹുമാന്യമായി മുസ്ലിങ്ങളെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഭരണ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ. സാമൂതിരി രാജാക്കന്മാരുടെ ഭരണകാലം. എന്നിട്ടാണ് ആ ഭരണവും ആ ഭരണത്തിന്റെ സൗന്ദര്യവും നശിപ്പിച്ചെടുക്കാൻ വേണ്ടി വന്ന പോർത്തുഗലിനെതിരെ പൊരുതാൻ സൈനുദ്ദീൻ മഖ്ദൂം ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുകയും ആ അർത്ഥത്തിൽ കുഞ്ഞാലി മരക്കാർമാരെ ആ അർത്ഥത്തിൽ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. അത് പറയുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തന്നെയാണ്. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് പാടിയത്. ഞാൻ നേരത്തെ പാടിയതിന് ഞാൻ നേരത്തെ ആറാബിയായ മനുഷ്യൻ പുണ്യനബിയുടെ മുമ്പിൽ വന്ന് ഞാൻ തെറ്റു ചെയ്തു നബിയെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണിതും. ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ്, എണ്ണവും അളവുമില്ലാത്ത വിധം തെറ്റു ചെയ്തു ഞാൻ. ലക അസ്കു, അങ്ങയോടാണ് ഞാൻ പരാതി പറയുന്നത്. അത് പൊന്നാനിയിലിരുന്ന് പുണ്യനബിയെ വിളിച്ചിട്ട് പറയാൻ. പൊന്നാനിയിലെ കടലോരങ്ങളിലെ പാവപ്പെട്ട മുസ്ലിം അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചെന്നു നിൽക്കുമ്പോൾ ആ പ്രശ്നപരിഹാരത്തിന് മദ്ഹുർ റസൂലാണ് പ്രധാനമെന്ന് പഠിപ്പിക്കുകയും വികസിതമായിരുന്ന മദ്ഹുകളിൽ പലതും വെട്ടിച്ചുരുക്കുന്ന വിധം സംക്ഷിപ്തമാക്കി മൻഖൂസ് ആക്കി മാറ്റുകയും ചെയ്തതാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. നോക്കൂ, നമ്മുടെ പാരമ്പര്യം അതാണ്. ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോ ധൈര്യം തരണം തങ്ങളെ, അതിനെന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഏലസ് മന്ത്രിച്ചു കൊടുക്കാണ് തങ്ങൾ. ഏലസ് മന്ത്രിച്ചു, അത് കയ്യിൽ കെട്ടിയിട്ട് ധൈര്യത്തോടെ ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്തു. അവിടെ വീണ് മരിച്ചു വീണ പാവപ്പെട്ട മുസ്ലിം പോരാളികളുടെ ശരീരങ്ങളിൽ നിന്ന് ഈ ഏലസുകൾ കണ്ടെടുത്തിട്ട് ആ ഏലസുകളുടെ ഉറവിടം പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ അടുക്കൽ നിന്നാണെന്ന് മനസ്സിലാക്കി മുസ്ലിങ്ങളായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ചെന്നിട്ട് തങ്ങളെ ഒന്ന് മാറ്റിപ്പറയുമോ, അങ്ങൊന്ന് മാറ്റിപ്പറഞ്ഞു തരുമായിരുന്നുവെങ്കിൽ അങ്ങയുടെ മുമ്പിൽ വന്ന ഈ കുട്ടിയസൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങയുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി മാത്രമായി ഏലസ് മന്ത്രിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞു കിട്ടിയിരുന്നുവെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അങ്ങയെ അറസ്റ്റ് ചെയ്യാതിരിക്കാമായിരുന്നു എന്ന് പറയുമ്പോ ഇല്ലെനിക്ക് മാറ്റിപ്പറയാൻ കഴിയില്ല. എന്റെ നാട്ടിലേക്ക് കടന്നു വന്ന ഈ അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തിന് എന്റെ സഹോദരന്മാർക്ക് വീര്യം പകരാൻ തന്നെയാണ് ഞാൻ ആ ഏലസ് മന്ത്രിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞത് പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളാണ്.
ആ ഏലസാണ് കേരള രാഷ്ട്രീയത്തിന്റെ നടുമുറ്റത്ത് നിന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ വരെ എത്തിയ CH മുഹമ്മദ് കോയ സാഹിബ് എന്റെ അരയിലും ബാപ്പയ്ക്ക് തങ്ങളുടെ ഏലസ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ ഏലസാണ് കേരള രാഷ്ട്രീയത്തിന്റെ നടുമുറ്റത്ത് പോലും നിന്നത്. നമ്മുടെ സാമൂഹിക വികാസത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ സുന്നി പാരമ്പര്യങ്ങളും ഈ സുന്നി ആശയങ്ങളും ഈ അർത്ഥത്തിലെ ഈ പൈതൃകങ്ങളും നിലനിന്നു എന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വികാസങ്ങൾ മുഴുവനും ഉണ്ടായത്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ പൂക്തങ്ങളെ, വരക്കൽ മുല്ലക്കോയത്തങ്ങളെ, മമ്പുറം തങ്ങളെ നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുകുടുംബത്തോടുണ്ടായിരുന്ന സ്നേഹാദരങ്ങളുടെ ഒരു കാലത്തിന്റെ ചരിത്രത്തെയാണ് ഈ മഹാരഥന്മാർ ഒക്കെ ഓർമ്മപ്പെടുത്തുന്നത്. അവരുടെ പിന്നിൽ കൂടി ഒരു സമൂഹത്തെ വിജയിപ്പിക്കുകയല്ലാതെ പരാജയപ്പെടുത്താൻ സാധിക്കോ? കേരള മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തെ മുഴുവൻ വിശദീകരിക്കുമ്പോൾ ഈ മഹാരഥന്മാരുടെ പിന്നിൽ കൂടാൻ കാരണം ഈ മഹത്തുക്കൾ ആ അർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയങ്ങൾ ഒരു ജനതയുടെ മുഴുവൻ ഇഷ്ടഭാജനങ്ങളായി നിലനിന്നു എന്നതുകൊണ്ടാണ്. അവരതിന്റെ കൂടെ ആ അർത്ഥത്തിൽ മാർഗദർശനം നൽകി. മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ അഭിമാനത്തെക്കുറിച്ച് പറയുമ്പോൾ 45-ൽ ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമാകുന്നതിന് തൊട്ടുമുമ്പ് ഒരു കറാമത്ത് പോലെ ഒരു മനുഷ്യൻ മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കളോട് പറയുകയാണ്, ഇന്ത്യ സ്വതന്ത്രമായാൽ, ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി മതം പഠിക്കാനുള്ള സൗകര്യം ഗവൺമെന്റ് ചെയ്തു കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളത് ചെയ്യണം, സമുദായം അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യയല്ല ലോകം കണ്ട അതിശയകരമായ വിദ്യാഭ്യാസ വ്യവസ്ഥാപിതത്വത്തിന് കാരണമാകുന്ന വിധം മദ്രസാ സംവിധാനത്തെ ഒരുക്കിയെടുക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിച്ചത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നിവ്വറല്ലാഹു മർഖദ മഹാനവരുടെ വാക്കാണ്. ഈ വലിപ്പമുണ്ടായതാണ്. അത് ഞാൻ പറഞ്ഞത് ഒരു എടുത്തുചോട്ടമല്ല, ഇത് മറിച്ച് ഈ ഇത്തിബാ നിലനിന്നു എന്നതുകൊണ്ടാണ്. നവോത്ഥാനമല്ല ഇത്തിബാ, നവോത്ഥാനമല്ല ഇത്തിബാൻ. നവോത്ഥാനം എന്ന പദത്തിന്റെ തന്നെ പ്രയോഗത്തിന്റെ ഒരു അപകടം എന്താ വെച്ചാൽ സത്യത്തിൽ അത് സെക്കുലറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. യൂറോപ്പിലെ സെക്കുലറിസം, യൂറോപ്പിലെ മതനിരാസം, യൂറോപ്പിന്റെ മതനിരാസവുമായി ഏറെ ബന്ധിതമാണ്. എന്തുകൊണ്ടെന്നാൽ യൂറോപ്പിൽ ശാസ്ത്രീയമായ ഉദ്ധാന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരായി അതിശക്തമായി നിന്നത് ചർച്ചയായിരുന്നു. കുറ്റവിചാരണ കോടതി ഉണ്ടാക്കി, ഇൻക്വിസിഷൻ കോർട്ട്. ആ കോർട്ടുണ്ടാക്കി അന്നുണ്ടായിരുന്ന കോപ്പർനിക്കസിനെയും ഗലീലിയെയും പോലെയുള്ള ശാസ്ത്രകാരന്മാരുടെ ചിന്തകൾക്കെതിരായി അതിശക്തമായി നിന്നിരുന്നു ചർച്ച്. അങ്ങനെ ചർച്ച നിന്നപ്പോഴാണ് ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് മാക്സിന് പറയേണ്ടി വന്നത്. സെക്കുലർ ചിന്തയുടെ, മതനിരാസ ചിന്തയുടെ യൂറോപ്യൻ സാമൂഹിക മനഃശാസ്ത്രത്തിന്റെ കഥ അവിടെ നിന്ന് തുടങ്ങുന്നതാണ്. അത് ഇവിടെ വന്നപ്പോൾ അത് വേറെ രൂപത്തിലേക്ക് മാറിയെങ്കിൽ ശരിക്കും നമ്മൾ പറയേണ്ടത് ഈ പൈതൃകം, ഈ ഇത്തിബാൾ, മഹാന്മാരെ, മുൻഗാമികളെ തുടർന്ന് പോന്നതിന്റെ വലിപ്പമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്ന് ആർജിക്കാൻ സാധിച്ചത്. അതെങ്ങനെ എത്തി? മദ്രസാ വിദ്യാഭ്യാസത്തിലൂടെ, കലാലയങ്ങളിലൂടെ. ബഹുമാന്യനായ കാസ്മി ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലുമുള്ള വലിപ്പം മാധ്യമങ്ങളിലേക്ക് വളരാൻ പോകാൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ഓഗസ്റ്റിൽ സുപ്രഭാതം പുറത്തിറങ്ങുമ്പോൾ ഒരു പുതിയ ചരിത്രവും കൂടി സൃഷ്ടിക്കപ്പെടുകയാണ്. കൊടുങ്കാറ്റുകൾക്ക് മീതെ നിൽക്കാൻ സാധ്യമാകുന്ന വിധം വാർത്താരംഗത്തുണ്ടാകുന്ന ഒരു വലിയ വിപ്ലവമായി ഈ സുപ്രഭാതം വളരാൻ പോകുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ തൗഫീഖ് കാണാനുള്ള അവസരം അല്ലാഹു നമുക്ക് തരുമാറായി. അടുത്ത ഓഗസ്റ്റ് നമ്മുടെ സുപ്രഭാതമാണ്. കേരളീയ മുസ്ലിം കൈരളി, സുന്നി കൈരളി നെഞ്ചിലേറ്റി വച്ചിട്ടുള്ള ഒരു മാധ്യമത്തിന്റെ പിറവിക്ക് വേണ്ടിയുള്ള സുപ്രഭാതം. പിന്നെ സുപ്രഭാതങ്ങൾ നമ്മുടേത് മാത്രമാണ്. മലയാളത്തിന്റെ സുപ്രഭാതം മറ്റാർക്കും കൊടുക്കാത്ത വിധം വാർത്തയുടെ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയും നന്മയുടെ അറ്റത്ത് നിന്നുകൊണ്ട് അതിന്റെ പക്ഷത്ത് നിന്ന് ശബ്ദിക്കാൻ സാധ്യമാകുന്ന ഒരു മാധ്യമ സംസ്കൃതിയെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ സംസ്കാരം എന്ന് പറയുന്നത്, മാധ്യമലോകം എന്ന് പറയുന്നത് തന്നെ അപകടകരമായ ഒരു പുതിയ രീതിയിലേക്ക് പോകാൻ. ദൃശ്യമാധ്യമങ്ങൾ ഓഫ് ചെയ്യാൻ, സ്വിച്ച് ഓഫ് ചെയ്യാൻ ആലോചിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ കേരളത്തെക്കുറിച്ച് പണ്ട് വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണെന്നാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ലൈംഗിക മനോരോഗികളുടെ ഭ്രാന്താലയമാണ് കേരളം എന്ന് പറയേണ്ട ഗതികേടിലേക്കാണ് നമ്മൾ എത്തുന്നത്. എത്ര മോശമാണ്, അത്ര വൃത്തികെട്ടതാണ് കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കേൾവികൾ, വായിക്കുന്ന വായനകൾ. സ്വന്തം മകളെ അടുത്തിരുത്തിയെങ്ങാനും വായിക്കാൻ തോന്നാത്ത വിധം പത്രങ്ങളിൽ വരുന്ന ഓരോ വാർത്തകൾ, ആ വാർത്തകൾ കേൾക്കുമ്പോഴുണ്ടാകുന്നതും കാണുമ്പോഴുണ്ടാകുന്നതുമായ മനോവൈകല്യങ്ങൾ,
അതുണ്ടാക്കിയെടുക്കുന്ന വലിയ മാരകമായ ജീർണതകൾ, സാമൂഹിക ജീർണതകൾ, അതിന്റെ മുന്നിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നൈതിക മനഃശാസ്ത്രത്തിന്റെയും സാമൂഹിക ഉത്തമ ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ നടക്കാൻ പോകുന്ന ഒരു പത്രം പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഈ പൈതൃകത്തിന്റെ തുടർച്ചയിൽ അങ്ങനെ ഒരുപാട് സുപ്രഭാതങ്ങൾ കാണാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.